എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കാസിം ഭായ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹസ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമുക്കിതിന് സംസാരിക്കാമല്ലേ. എന്നും ഇങ്ങനെ ഓരോ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകില്ലേ. അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ കൂടി ആട്ടോ ഒരു വീഡിയോ എടുക്കണേ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ഏകദേശം 1.5 മാസമായി നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഏകദേശം 41ഓളം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു. അത് ചില വീഡിയോസൊക്കെ നല്ല വ്യൂസൊക്കെ വന്നിട്ട് നല്ല രക്ഷപ്പെട്ട 1-2 വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യമൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് അത്രയും അറിയത്തൊന്നുമില്ലായിരുന്നു എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തന്നെ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആ രീതിയിൽ നിന്ന് ഞാൻ എല്ലാം എനിക്ക് പഠിപ്പിച്ചു തന്ന യൂട്യൂബാണ്. അത് തന്നെ ആദ്യം പറയട്ടെ. യൂട്യൂബിലുള്ള ചില ആൾക്കാരുടെ യൂട്യൂബ് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ അത്തരം ചാനലുകൾ കണ്ടിട്ടാണ് യൂട്യൂബ് തുടങ്ങിയതും മുമ്പോട്ടുള്ള ഓരോ വഴികൾക്ക് വേണ്ടിയിട്ടും അത്തരം വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഈ തമ്പനയിലൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോഴേ തമ്പനയിലൊക്കെ ചെയ്യാന്ന് വലിയ വലിയ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല. പിന്നെ ഇൻഷോട്ട് വഴി ചെറിയ ഷോട്ടൊക്കെ കണ്ടുപിടിച്ച് വെറുതെ ഒരു ഫോട്ടോ എടുത്ത് അതിൻ്റെ പൊക്കത്ത് എന്താ പറയുക നമ്മൾ തമിഴിൽ എഴുതി പോസ്റ്റ് ചെയ്യാനൊക്കെ ചെറിയ രീതിയിലൊക്കെ പഠിച്ചു. അപ്പോൾ വലിയ രീതിയിലൊന്നുമല്ല, ചെറിയ രീതിയിലൊക്കെ ആണെങ്കിലും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മുടെ സാധാരണ ഫോണിലുള്ള വീഡിയോയും കൂടിയാണല്ലോ. അതിന് പറ്റുന്ന അത്രയും ക്ലാരിറ്റിയിലുള്ള വീഡിയോ എടുത്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജീവിത സാഹചര്യങ്ങളും ഞാൻ എൻ്റെ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ ചെറിയ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ പുറത്തൊക്കെ പോയിട്ട് ഓരോ സ്ഥലങ്ങൾ കവർ ചെയ്യുക, അത് വീഡിയോ എടുക്കുക. പിന്നെ എൻ്റെ ഇഷ്ടത്തിലുള്ള കാര്യങ്ങൾ ഗാർഡൻ ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ക്രാഫ്റ്റ് വർക്കുകൾ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം വർക്കുകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ഉദ്ദേശത്തോടെയാണ് യൂട്യൂബ് തുടങ്ങിയെങ്കിലും അതിൻ്റെ ഒരൊറ്റ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഗാർഡൻ വീഡിയോ 1-2 നമ്മുടെ വീട്ടിൽ മുറ്റത്തുള്ളതും നമ്മുടെ കണ്ണൂർ നമ്മുടെ റൂമിൽ ചെയ്യുന്ന കുറച്ച് മതിൽ ഗാർഡൻ്റെ വീഡിയോകളൊക്കെ മുമ്പോട്ട് വെച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ എടുത്ത് ചെയ്യുകയും ചെയ്തു കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ അത്രയും വേണ്ടിയിട്ടുള്ള ചെറിയ നമ്മുടെ ഒരു സന്തോഷം ഷെയർ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ എടുത്ത് കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടും. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് പ്രായങ്ങളിങ്ങനെ ഓരോ വർഷം കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ നാളെ നമ്മൾ മുതുമുത്തച്ഛനൊക്കെ ആയിട്ട് നമ്മുടെ മക്കളുടെ മക്കൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവർ ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പം എൻ്റെ മക്കൾ ഇതായി. അപ്പോൾ അവർ വലുതായി പറയുമ്പം അവർ കല്യാണം കഴിച്ച് അവർക്ക് മക്കളൊക്കെ ആയി കഴിയുമ്പോൾ അവർക്കൊക്കെ വന്നിട്ട് ഉപ്പാപ്പാൻ്റെ വീഡിയോ, കാസി ഉപ്പാപ്പാൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കാണാവുന്ന രീതിയിലോട്ട് എത്തൂല്ലേ ഇത്. കാരണം യൂട്യൂബിൽ നമ്മൾ എന്തിട്ട് കഴിഞ്ഞാലും അതവിടെ കിടക്കും, എവിടെയും പോവില്ല. ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ തന്നെ കിടപ്പുണ്ടാവും നമ്മുടെ വീഡിയോ. എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ കാസിം ഭായ് വ്ളോഗ്സ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ അത് ഏതൊരു യൂട്യൂബറുടെ ഏറ്റവും അടിസ്ഥാന കാര്യങ്ങളും അത് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ വിചാരം പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്യുന്നത്. പൈസ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്നെയൊക്കെ സംബന്ധിച്ച് പൈസ എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. കാരണം ഞാൻ കണ്ടില്ല, ഞാനിപ്പോൾ എൻ്റെ സ്റ്റാളിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ജോലിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. എൻ്റെ ഉമ്മയും ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം അങ്ങനെ ചിലവിലൂടെ മാത്രം കഴിഞ്ഞു പോകുന്നത്. മറ്റുള്ള കാര്യങ്ങൾ വെച്ചപ്പോൾ ഒരു വീടെന്ന് പറഞ്ഞാൽ മര്യാദക്ക് ആയിട്ടില്ല. പിന്നെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ, ഒരു 10 രൂപ ഒരു സമ്പാദ്യം എനിക്കില്ല. അപ്പം അങ്ങനെ തട്ടിമുട്ടി അങ്ങ് ജീവിച്ച് പോകുന്നേ ഉള്ളൂ. ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും വരുമാനം കിട്ടിയാലും എന്നെ സംബന്ധിച്ച് ലോട്ടറി അടിക്കുന്ന പോലെ ആയിരിക്കും എനിക്ക് ഇതിൽ നിന്നൊക്കെ എല്ലാം കിട്ടുക എന്നുള്ളത്. അപ്പം ആ ഒരു ലക്ഷ്യമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയ കുഴപ്പമില്ല എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. കാരണം യൂട്യൂബ് എന്ന് പറഞ്ഞാൽ വലിയൊരു പർവ്വതമാണ്. കാരണം അത് താണ്ടി അതിൻ്റെ പൊക്കത്ത് എത്തുക എന്നുള്ള വലിയ ടാസ്ക് പിടിച്ച കാര്യമാണ്. ഇപ്പോൾ ചിലർ പറഞ്ഞ 4000-5000 സബ്സ്ക്രൈബ് ഉള്ളവർക്ക് പോലും പൈസ കിട്ടിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് കൊണ്ട് മാത്രം നമുക്ക് യൂട്യൂബ് പണം കിട്ടില്ല. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ വാച്ച് ടൈം എന്ന് പറഞ്ഞാൽ 4000 വാച്ച് ടൈം ആകുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. അത് കടക്കുക എന്ന് പറഞ്ഞത് എൻ്റെ വീഡിയോ നിങ്ങളെ ഓരോരുത്തർ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ വാച്ച് ടൈം ആവുകയുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞാലേ നമുക്ക് മോണിറ്റേഷൻ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് മോണിറ്റേഷൻ ആയി കിട്ടിയാൽ തന്നെ യൂട്യൂബിൻ്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാലൊക്കെയാണ് പണവും കാര്യങ്ങളൊക്കെ പിന്നീടുള്ള കാര്യമാണ്. അപ്പം കുറേ ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് കാണുമ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള പണിയെന്ന്. അപ്പോൾ അതല്ല, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് യൂട്യൂബ് എന്നുള്ളത്. അപ്പം എന്താ പറയുക, എനിക്ക് ഈ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കുക എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്തുകൂടെ. അപ്പം ഇതിനകത്ത് തന്നെ യൂട്യൂബിൽ വന്നാൽ തന്നെ കുറേ ആക്ഷേപം എനിക്ക് ഇത്രയും ഈ ദിവസത്തിനുള്ളിൽ തന്നെ 1.5 മാസത്തോടെ ഒരുപാട് ആക്ഷേപം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം എല്ലാ യൂട്യൂബേഴ്സിനും
വലിയ ഹൈലാക്കുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഇപ്പം ബിഗിനേഴ്സായി വരുന്ന കൂട്ടുകാർക്കൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ എന്നെപ്പോലെ ഒരുപാട് സങ്കടങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ വിട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടവും കാരണം നമ്മൾ ആരുടെ ചിലവിലല്ല നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മുമ്പോട്ട് ജീവിക്കാം, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ. അപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ആ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഒരുപാട് കൂട്ടുകാർ നമുക്കുണ്ടല്ലോ. അപ്പോൾ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 1000 ഒന്നോ രണ്ടോ ആൾക്കാർ നെഗറ്റീവ് അടിക്കാനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അവരെ മൈൻഡാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പോസിറ്റീവുള്ള ആൾക്കാർ മാത്രം മതിയെന്നേ. അപ്പോൾ അവരുടെ വാക്കുകൾ കേട്ട്, നമ്മുടെ സുഹൃത്തുക്കളുടെ വാക്കുകൾ കേട്ട്, ഇപ്പം ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ വന്നിട്ട്. അവർ കുറച്ച് പേര് എന്നെ ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ അവരോട് കുറച്ച് ചൂടായി സംസാരിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ അവർ കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത് അവർ തിരിച്ചു പോയി, അവർ പോട്ടെ. അപ്പോൾ ഞാനിത് ഈ വിഷമം ഞാൻ നമ്മുടെ ഫാമിലിയിൽ തന്നെ പറഞ്ഞപ്പോൾ ബാക്കി എൻ്റെ പെങ്ങളെ മോനായ മഫീർ എന്ന് പറഞ്ഞ എൻ്റെ പിന്നെ മരുമോന്, പിന്നെ ബാക്കിയുള്ള ആൾക്കാർ എൻ്റെ ഫാമിലിപ്പെട്ട അവൻ്റെ ഭാര്യ, പിന്നെ എൻ്റെ ഭാര്യ വീട്ടുകാർ, അവരുടെ ഫാമിലി ഫ്രണ്ട്സുകളൊന്നും വേണ്ട എല്ലാവരും കൂടിയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർ, എൻ്റെ സ്കൂൾ പഠിച്ച കുറേ കൂട്ടുകാർ, പിന്നെ എൻ്റെ റെയിൽവേ സ്റ്റേഷനിലെ കുറച്ച് കൂട്ടുകാർ എല്ലാവരും കൂടി ഒന്ന് ഒത്തുപിടിച്ചപ്പോൾ എൻ്റെ ആ പോയ ആൾക്കാരെ എനിക്ക് തിരിച്ച് കിട്ടി. കാരണം അന്ന് വെറും 55 സബ്സ്ക്രൈബർ ഉള്ളതിന് കുറച്ച് ദിവസം കൊണ്ട് തന്നെ 200 സബ്സ്ക്രൈബായി. അവരെല്ലാം കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചപ്പം ഇപ്പം ദൈവം സഹായിച്ച് 330 മറ്റോ ആയിട്ടുണ്ട് എൻ്റെ സബ്സ്ക്രൈബർ എന്നത്. അപ്പോൾ അത് ഓരോ ദിവസം വീഡിയോ ഇടുന്നതനുസരിച്ച് സബ്സ്ക്രൈബ് കൂടിക്കൂടി വരുന്നോളും. അപ്പോൾ പണത്തിനെക്കാട്ടി അപ്പുറം നമുക്ക് ഇത് ചില വീഡിയോയുടെ വ്യൂസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എൻ്റെ വീഡിയോ എത്രയും ആൾക്കാർ കാണുന്നുണ്ടല്ലോ. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു പെരുന്നാളിൻ്റെ തേങ്ങാച്ചോറിൻ്റെ വീഡിയോയ്ക്ക് 3.3K വ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമല്ലേ അത്. അപ്പോൾ ചില വീഡിയോയ്ക്ക് 2.ഉം 3Kയും 1Kയും ഒക്കെ അടിച്ചിട്ടുണ്ട്. ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് 6 വേറെ ഷോർട്ട് വീഡിയോയ്ക്ക് 5.3 അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത്രയും ആൾക്കാർ എൻ്റെ വീഡിയോ കാണുമെന്നുള്ളതല്ലേ. അപ്പോൾ അത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതമാണ് ഈ സാധാരണക്കാരനെ സംബന്ധിച്ച്. അപ്പോൾ അതൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ ഉദ്ദേശമുള്ളൂ. എന്തായാലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് ഈ വർത്താനം വന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയൊക്കെയാണ് വീഡിയോൻ്റെ അഭിപ്രായം കൂടി പറയാം കേട്ടോ. പിന്നെ ബെൽ ബട്ടണും കൂടി അമർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും കൂടി പറഞ്ഞ് അവരെ കൊണ്ട് ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് കാസിബായി വരാം. എല്ലാവരോടും ടാറ്റാ.